ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ തമ്പനെയിലടക്കം മനസ്സിലായി കാണും. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്നോട് ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഐബ്രോസ് ഇപ്പോൾ കണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളത് കാണിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അതായത് നമ്മൾ മറ്റ് മേക്കപ്പിലാണെങ്കിൽ ഞങ്ങൾ ഐബ്രോസിൻ്റെ ഇത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ള കാണിക്കാം. അതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വല്ല ഇതൊക്കെ ഡെയിലി യൂസസിന് പലർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥകളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐബ്രോസ് പതുക്കെ ഫില്ല് ചെയ്യാം. എങ്ങനെയാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഐബ്രോസ് പൊഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഡാമേജ് പറ്റിയൊന്നുമല്ല. എൻ്റെ ഐബ്രോസ് ബൈ ബർത്ത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെറുതിലേക്ക് ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരിത്തിരി സ്പ്രെഡഡ് ആയിട്ടുള്ളൊരു ഐബ്രോസ് ആയിരുന്നല്ലോ. ആ സമയത്ത് പോലും എനിക്ക് ഇവിടെ നിന്ന് വരെ തിക്നെസ് ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹെയർ സ്പ്രെഡ് ആയിരുന്ന ഐബ്രോസ് ആയിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഹെയർ അവിടെ ഇല്ലായിരുന്നു. അല്ലാതെ ഒന്നും ഡാമേജ് ഒന്നും പറ്റുമൊന്നുമല്ല. ഇത് രണ്ട് സൈഡ് കണ്ട് എനിക്ക് ഈ ഒരു പോർഷനിൽ ഹെയർ കുറവാണ്. അതങ്ങനെയാണ്. പണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്ന ആവണക്കണയൊക്കെ തേച്ചാൽ മതി, പെട്ടെന്ന് വളരും, ഒരുപാട് അതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ എന്ത് തന്നെ യൂസ് ചെയ്താലും നിങ്ങളുടെ ഐബ്രോസിന് പോർസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഹെയർക്ക് വരുന്ന ഹെയർ ഫോളിക്കിൾസ്, നിങ്ങളുടെ ഹെയർ വളർന്നു വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഹോൾ ഉണ്ടാവും. അതിൽ കൂടിയാണ് ഹെയർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് ഇല്ലാത്തടത്തോളം നിങ്ങൾ എന്ത് തേച്ചാലും അവിടെ ഐബ്രോസ് വരില്ല. നിങ്ങൾക്ക് ഐബ്രോസ് ഉണ്ട്, പക്ഷേ തിക്നെസ് കുറവാണ്, ഗ്രോത്ത് കുറവാണെങ്കിൽ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ഐബ്രോ ഗ്രോത്തിനുള്ള സിറംസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ തേച്ചാൽ വളരും. അതല്ലാത്ത പക്ഷം അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ മുടിയില്ലല്ലോ, അപ്പോൾ നമ്മുടെ ഹെയർ ഇല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതുപോലത്തെ സ്കിന്നാണ് ഇവിടെയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളരില്ല. നിങ്ങൾ എന്ത് തന്നെ തേച്ചിട്ടും കാര്യമില്ല. കാരണം ഞാൻ ഒരുപാട് പരീക്ഷിച്ചതാണ്. പിന്നെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിലേ ഹെയർ വളരുകയുള്ളൂ, അല്ലെങ്കിൽ തിക്നെസ് കൂടുകയുള്ളൂ. അപ്പം ഇല്ലാത്ത അതാണെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഐബ്രോസ് ഇല്ല എന്നുള്ളതിന് ഇപ്പോൾ പല സൊല്യൂഷൻസ് ഉണ്ട്. മൈക്രോ ബ്ലേഡിംഗ് ഉണ്ട്, ടാറ്റൂയിങ് ഉണ്ട്, എനിക്കൊന്ന് ട്രാൻസ്പ്ലാന്റേഷനും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അന്വേഷിച്ച് നോക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഫില്ല് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നടക്കാവുന്നതാണ്. കാരണം ആദ്യം മുതലേ നിങ്ങൾ ഫില്ല് ചെയ്ത് ശീലിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ആൾക്കാരെ കണ്ട് പഴകിയ ഒരു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത്, അയ്യോ ഇതെന്താ പാറ്റക്കാരുണ്ടോ എലിക്കാരുണ്ടോ, ഇതെന്താ ആരെങ്കിലും പകുതി കൊണ്ടുപോയോ, ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റിങ് ഉണ്ട്. അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആ ചമ്മലില്ല. കാരണം ഞാനിതുപോലെ മറുപടി പറയാറുണ്ട് കളിയാക്കുന്നവരോട്. അപ്പോൾ കളിയാക്കുന്നവർക്ക് പറയാൻ എളുപ്പമാണ്, ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. എന്തായാലും നമുക്കത് ഫില്ല് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും താഴെ നിന്നാണ് സ്റ്റാർട്ട് താഴെ ഒരു ലൈൻ വരച്ചിട്ടാണ് ഞാൻ മുകളിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈൻ ചെയ്യാം. കണ്ടോ, ഒരു ലൈൻ ഞാൻ ഇപ്പോൾ ഇട്ടു. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലൈൻ ഞാൻ ആദ്യം വരയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് അനുസരിച്ച് എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ അടിയിൽ ഒരല്പം ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ ഇഷ്ടമുള്ളത് കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ ഒരു ലൈനും കൊടുക്കുക. എന്നിട്ടേ ഫില്ല് ചെയ്യാവൂ. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് ചിലപ്പോൾ ഷേപ്പ് ശരിയാവാതെ വരും. ഇനി ഒരു മുകളിലൊരു ലൈനും കൂടി വരയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കണ്ടോ. അപ്പോൾ എൻ്റെ ഐബ്രോസിൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ നിന്നും കൂടി ഞാൻ അല്പം ബ്രോഡർ ആക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. കണ്ടോ, എന്തൊരു ഡിഫറൻസ് അല്ലേ. ഇതാണ് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഈ ഭാഗം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ അധികം തിക്കറാക്കരുത്. കാരണം ഇത് അവോയ്ഡ് ചെയ്താൽ കൂടുതൽ ഒരു നാച്ചുറൽ ലുക്ക് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും കൂടി ഫില്ല് ചെയ്താൽ നമ്മൾ വരച്ച് വെച്ചേക്കുവാണെന്ന് എന്തായാലും മനസ്സിലാവും.
അപ്പം പിന്നെ നമ്മൾ ദൂരെ നിന്ന് പെട്ടെന്ന് നോക്കുന്നവർ നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടല്ലോ, നമ്മളിങ്ങനെ വരച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ്, ഇത്രയും ചെയ്താൽ മതി. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്യുക, തീരെ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേ വേണ്ട. ഞാൻ അതേ കൂടെ 2-3 ലൈൻസ് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇത് താഴെ ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക, മുകളിലും ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ആദ്യമായിട്ട് ഐബ്രോസ് എടുക്കാൻ പോകുന്ന പിള്ളേരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ യങ്ങറായിട്ടുള്ളവരുടെയൊക്കെ ഒരു കാര്യം ഞാൻ പറയേണ്ട ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഐബ്രോസിൻ്റെ മാക്സിമം ബ്രോഡറായിട്ടുള്ള ഐബ്രോസ് തന്നെ എടുക്കണം. കാരണം തിന്നറാക്കരുത്. കാരണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് പോകും തോറും ഐബ്രോസ് എടുത്ത് അവിടെ വളരാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വലിയ ഐബ്രോസ് വേണമായിരുന്നു ചിന്തിച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എത്ര വലിപ്പം ഉണ്ടോ ഐബ്രോസിന്, അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനുള്ള ഐബ്രോസ് മാത്രമേ നിങ്ങൾ ബ്യൂട്ടി പാർലറിലോ സ്വന്തമായിട്ടോ റേസർ യൂസ് ചെയ്തോ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇതുപോലെ നിങ്ങൾ എന്തായാലും ഏജ് കൂടുന്തോറും നിങ്ങളുടെ ഐബ്രോസിന് ചെറിയൊരു കൊഴിച്ചിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറുതായിട്ട് തിന്നാവും. എന്തായാലും ചെറുപ്പത്തിലത്തെ ഐബ്രോസിൻ്റെ ആ ഒരു തിക്നെസ് നിങ്ങൾ ഏജ് കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേയും കൂടി ഐബ്രോസ് ഫില്ല് ചെയ്യാം. താഴത്തെ ഒരു ലൈൻ വരച്ചു, നമുക്ക് മുകളിലൂടെ വരയ്ക്കാം. എൻ്റെ ഇവിടുത്തെ ഐബ്രോസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അല്പം ഇത് കുറവുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ ലൈൻസ് യൂസ് ചെയ്യും. ഇതുപോലെ 1-2 ലൈൻ ഇങ്ങനെ വരയ്ക്കും, മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഫില്ല് ചെയ്ത പോലെ തോന്നും. അത്രേ ഉള്ളൂ. ഒരു ഐബ്രോ മസ്കാര കൂടി നിങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മിനുക്ക് പണികളൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ അത് ഇതാക്കണോ ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാറ്. ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ പൊതുവേ. ഇത്രയൊക്കെ ഉള്ളൂ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഐബ്രോസ് ചെയ്യാറ്. ഞാൻ വേറെ അധികമൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഒരു വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിങ്ങിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ ഒന്ന് മുട്ടുക, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് എവിടെയെങ്കിലും ഒന്ന് മുട്ടുക. അപ്പോൾ ഇതങ്ങ് മാഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എത്ര വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ് ആണെങ്കിലും ഒന്ന് ഹാർഡായിട്ട് കൊണ്ടാൽ പോകുന്നു എന്നൊരു സിറ്റുവേഷനാണ്. അത് ഇങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നം ചലഞ്ച് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ കുട്ടികളൊക്കെ മോളുണ്ട്, മോളൊക്കെ എടുക്കുമ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇതെവിടെയെങ്കിലും കൊള്ളും, മാഞ്ഞു പോകും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെങ്കിലും നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ കരുതണം. എവിടെയാണെങ്കിലും ഒരു ചെറിയ പോക്കറ്റ് മിററും ഈ ഐബ്രോസിൻ്റെ എന്ത് ഐറ്റം ആണെങ്കിലും നിങ്ങൾ ആ സാധനങ്ങൾ ബാഗിൽ ഇട്ടേക്കണം. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് തോന്നിയാൽ, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു തോന്നി ഒരു ശകലം ഇങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പലരും കളിയാക്കുന്നുണ്ട്. വരച്ച് വെച്ചേക്കുന്നൊക്കെ ആർക്കറിയാം ഇതൊക്കെ എന്താ കാണിച്ചേക്കുന്നത്, ഇതൊക്കെ വരച്ച് വെച്ചേക്കുക, ഇനി പുട്ടിയാണെന്ന് ആർക്കറിയാം. അങ്ങനെ കമൻറ്റിങ് പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതായത് നമ്മൾ എങ്ങനെ നടക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, അത് നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരാളെന്ത് പറയുമോ, ഞാനിപ്പോൾ ഇന്നലെ വരെ ലിപ്സ്റ്റിക് ഇട്ടില്ല, ഇനിയിപ്പോൾ ഇന്നിട്ടാൽ പറയും കണ്ടില്ല ഇന്നലെ പോയവരൊരു കുഴപ്പമില്ലായിരുന്നു, ഇന്നായപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി, ഇങ്ങനെ ഇതൊരിക്കലും മാറില്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കാലത്തും മാറില്ല.
അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതായത് 100% ലിറ്ററസിയാണ് കേരളത്തിൽ, പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ആരും ലിറ്ററേറ്റഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലം മാറി, ഇപ്പോഴും വേഷത്തിനെയും മേക്കപ്പിനെയും ജഡ്ജ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാലം ഇപ്പോഴും ഉണ്ട്. എന്നാൽ അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി റോഡിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ കവറ് നേരെ റോഡിലേക്കായിരിക്കും ഇടുന്നത്. അത് ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അവർ ശ്രദ്ധിക്കുന്നില്ല അവരെന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നു എന്ന്. അവരുടെ ശ്രദ്ധ മുഴുവനും ആര് ലിപ്സ്റ്റിക് ഇടുന്നു, ആര് മേക്കപ്പ് ഇടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ വേഷത്തിലാണ്. അപ്പം നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങളുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ലിപ്സ്റ്റിക് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണിടുന്നതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് പരമാവധി വീട്ടിലുള്ളവരുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൺസേണിൽ വെക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികൾ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. അതിന് വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് ഉള്ളിടത്തോളം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. വീട്ടിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മക്കളെ ഇപ്പോഴും പുറത്തൊരാൾ നോക്കുന്നു എന്നുള്ള പ്രശ്നമുള്ള ആൾക്കാർ വരെ ഉണ്ട്. അത് ഓരോരുത്തരുടെ അതൊന്നും മാറ്റാൻ പറ്റില്ല. ചിലരുടെ ശീലങ്ങളും ചിലരുടെ ചിട്ടകളും ഒന്നും ചിലരുടെ ചിന്താഗതികളൊന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. സംസാരിച്ച് സോഷ്യൽ ടോപ്പിക്കിലേക്കൊക്കെ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ടിപ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പൗഡർ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഐബ്രോസിൽ, നിങ്ങൾ പൗഡറായിട്ട് ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രീം പ്രോഡക്റ്റ്സ് ഒരിക്കലും യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. അത് എന്ത് തന്നെയാണെങ്കിലും, അത് ജെല്ലാണെങ്കിലും പൗഡറാണെങ്കിലും പെൻസിലാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ പ്രിപ്പറേഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സിറംസും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഐബ്രോസ് ഫില്ല് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഐബ്രോസ് നല്ലപോലെ തുടയ്ക്കണം. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ സാധാരണ കോട്ടൺ തുണി കൊണ്ടോ നിങ്ങളുടെ തോർത്ത് കൊണ്ടോ നിങ്ങളുടെ ഐബ്രോസ് നന്നായിട്ട് തുടച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഒരു സാധനം നിങ്ങളുടെ ഐബ്രോസിൽ പിടിക്കില്ല. അത് എവിടെയെങ്കിലും മുട്ടിയാൽ മാഞ്ഞു പോകാൻ ടെൻഡൻസി കൂടും. ഇനിയിപ്പം അഥവാ ഒരല്പം വാട്ടർ പ്രൂഫും സ്മച്ച് പ്രൂഫും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ മുട്ടുമ്പോൾ തുടച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കഴിവതും അങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഐബ്രോ ഫില്ല് ചെയ്യണം. ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കി എന്തും ചെയ്യാവൂ. നിങ്ങൾ ഐബ്രോ മറ്റേ സ്കിൻ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷമേ ചെയ്യാവൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിവതും നിങ്ങളുടെ ഐബ്രോസ് നിങ്ങൾ നല്ല ഡാർക്ക് കറുത്ത മുടിയുള്ള ആളാണ്, നല്ല കറുത്ത മറ്റേ ഐബ്രോസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവൂ. അതല്ല നിങ്ങളുടെ ഹെയർ ഒരല്പം ബ്രൗണിഷാണ്, നിങ്ങൾ വെയിലത്തിറങ്ങുമ്പോൾ അറിയാം നിങ്ങളുടെ മുടിയുടെ കളർ ശരിക്കും എന്താണെന്നുള്ളത്. അത് നിങ്ങളൊരു അല്പം ബ്രൗണിഷ് ടിൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവൂ. ബ്ലാക്ക് യൂസ് ചെയ്യരുത്. കാരണം പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ഐബ്രോ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്, ഒരാൾ ശ്രദ്ധ ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം നാച്ചുറൽ ഷെയ്ഡിലേക്ക് നിൽക്കാൻ ശ്രമിക്കാം. നല്ല ഫെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നല്ല വെളുത്ത് വെള്ളപ്പാറ്റ പോലെ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കളർ അനുസരിച്ച് വേണം നിങ്ങളുടെ ഐബ്രോസിൻ്റെ പ്രോഡക്റ്റ് നിശ്ചയിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഹെയർ കളർ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ബർഗണ്ടി കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഹണി ആയിട്ട് അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങളുടെ ഐബ്രോ ഹെയറിൻ്റെ കളർ എന്താണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല മുടി, ഇപ്പം എൻ്റെ മുടി നല്ല ബ്ലാക്കാണ്, പക്ഷേ വെയിലത്തിറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഞാൻ ഹെന്ന യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു ചെറിയൊരു ബ്രൗണിഷ് ഇത് തോന്നാറുണ്ട്. അപ്പം ഞാൻ ബ്ലാക്ക് ഫില്ല് ചെയ്തപ്പോൾ എൻ്റെ ഐബ്രോസ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഏറ്റവും ഡാർക്കർ ബ്രൗൺ ജെല്ലാണ് യൂസ് ചെയ്യുക. പെട്ടെന്ന് ദൂരത്തു നിന്ന് നോക്കിയാൽ ബ്ലാക്കാണെന്ന് തോന്നും, പക്ഷേ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കറിയാം ഇത് ബ്രൗൺ ഷെയ്ഡാണെന്നുള്ളത്. അപ്പം അതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പെൻസിൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഷാർപ്പൻ ചെയ്യണം ഓരോ തവണയും. ഷാർപ്പനാകാത്ത സ്ഥലം കൊണ്ട് ചെയ്താൽ ഒരു തവണ തേക്കുമ്പോൾ ഒരുമാതിരി നമ്മൾ ഈ മെഴുക് ഇങ്ങനെ തേച്ച പോലെ ഇരിക്കും. രണ്ടാമത് തേക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ടിപ്പ് എപ്പോഴും ഷാർപ്പാക്കിയിട്ട് ലൈൻസ് ചെയ്യണം. ഒരെണ്ണം കഴിഞ്ഞിട്ട് വീണ്ടും ഷാർപ്പാക്കി വേണം ഇപ്പുറത്ത് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ പെൻസിൽ പ്രോഡക്റ്റ് വൻ നഷ്ടമാണ്. അത് ഒരു പെൻസിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു പെൻസിൽ മാക്സിമം ഒരു 2 weeks ഒക്കെ
യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് ജെൽ പ്രോഡക്റ്റാണ്. അത് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മളൊരു ശകലേ എടുക്കുകയുള്ളൂ, ഒരു ഡ്രോപ്പ്. ആ എടുക്കുന്നത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുകയും ചെയ്യും. പെൻസിലാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറേ വേസ്റ്റ് ആവും. അപ്പം ഒന്നുകിൽ പൗഡർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജെൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഞാൻ സാധാരണ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഞാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിക്കുന്നതിന് എന്തോ 90 റുപ്പീസോ 120 റുപ്പീസോ എന്തോ ഉള്ളൂ. അത് ഒരുപാട് ബ്രാൻഡുണ്ട്. മ്യൂസിക് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡുണ്ട്. പിന്നെ വേറെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഇതൊന്നുമില്ല, വളരെ ചീപ്പായിട്ട് കിട്ടും. അത് 2 ഷെയ്ഡിങ് ആണ്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കാണും. ഈ ബ്രൗൺ നിങ്ങൾക്ക് ലൈറ്ററായി തോന്നുവാണെങ്കിൽ നിങ്ങൾ ബ്ലാക്കിൻ്റെ ജെല്ലും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട, കറക്റ്റ് ഷെയ്ഡായിട്ട് കിട്ടും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പെൻസിൽ വരും ഭയങ്കര നഷ്ടമാണ്. കാരണം അത് എനിക്ക് തന്നെ ഇപ്പം ഞാൻ ഒരു പെൻസിൽ വാങ്ങിച്ചാൽ എനിക്കൊരു 2 വീക്സ് ഒക്കെ പറ്റുള്ളൂ. കാരണം ഞാൻ ഐബ്രോസ് ഞാൻ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യും. കാരണം ഉറപ്പായിട്ടും വെളിയിൽ നിന്ന് ആൾക്കാർ വരുന്നതാണെങ്കിൽ നമ്മൾ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങും, മുറ്റത്തേക്ക് ഇറങ്ങും. അപ്പം ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യാറുണ്ട്, ഞാൻ ഫില്ല് ചെയ്യാതെ നടക്കാറില്ല. അപ്പോൾ ജെൽ പ്രോഡക്റ്റാണ് എനിക്ക് പ്രയോജനമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് വേസ്റ്റാണ്. കാരണം പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെന്താണ് വേറെ പറയാനായിട്ട്? ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ കൺമഷിയേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കൺമഷി എടുക്കുക. കൺമഷിക്ക് വേണ്ടത് നിങ്ങളൊരു ബ്രഷ് മേടിക്കണം. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഇതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ബ്രഷ് 15 രൂപ തൊട്ട് 10 രൂപ തൊട്ട് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രഷ് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ടിപ്പ് ഏറ്റവും ചെറുതായിട്ടുള്ള കാണാമല്ലോ അല്ലേ, ഇതുപോലത്തെ മാക്സിമം ടിപ്പ് കുഞ്ഞിതായിട്ടുള്ള ഒരു ബ്രഷ് വാങ്ങിക്കുക. ഈ ബ്രഷ് നിങ്ങൾ സാധാരണ കാജൽ നിങ്ങൾ സ്റ്റിക്കാണെങ്കിലും സാധാരണ ഈ റൗണ്ടഡ് അപ്പയിലുണ്ടല്ലോ ചെറുത്ത് റൗണ്ട് ഐടെക്സിൻ്റെ ഒക്കെ, അതാണെങ്കിൽ സാധാരണ ആ ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് പൊട്ട് തൊടുന്നതും പുരികം വരച്ചിട്ട് നമ്മൾ പൗഡർ ഇടില്ലേ, അതുപോലെ തന്നെ ഇതേ ബ്രഷ് ഉപയോഗിച്ച് പൗഡർ എടുത്തിട്ട് ഈ പൗഡർ ഇത് ഡിപ്പ് ചെയ്തിട്ട് പതുക്കെ 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 അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് വയ്ക്കുക. ഒരു 2 മിനിറ്റ് നിങ്ങളൊരു കോട്ടൺ തുണി കൊണ്ടോ ഐബ്രോ എന്താണ് പറയുന്നത്, ഇയർബഡ്സ് ക്യൂട്ടിപ്പ് എന്നൊക്കെ പറയുന്ന ബഡ്സ് യൂസ് ചെയ്തിട്ട് അതൊന്ന് തുടച്ച് കളയാൻ ശ്രമിക്കുക. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇനി വൈറ്റ് കളറായിട്ട് തോന്നുന്നത് അത് പൊക്കോളും, അത് അബ്സോർബ് ആയിക്കോളും. കാരണം കാജലിലുള്ള എണ്ണ കാരണം ഈ പൗഡർ അബ്സോർബ് ആയിക്കോളും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺമഷി കൊണ്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ എൻ്റെ സാധനങ്ങൾ ഇതുപോലെ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ഷോപ്പൊന്നുമില്ല, ഓൺലൈൻ ഇതൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എനിക്ക് ഐബ്രോ പ്രോഡക്റ്റ് ഉണ്ട്, ഇതുപോലെ തീർന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ മോളുടെ കൺമഷി ഇതുപോലെ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ പൗഡർ ഇട്ടു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനേക്കാൾ വളരെ അത്ഭുതകരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അറിയാതെ ഇങ്ങനെ തൊട്ടിട്ട് പോലും മാഞ്ഞില്ലെന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്നത് പൊട്ട് വിടുന്നതൊക്കെ എല്ലാം കുറയാതെ അങ്ങനെയൊന്നും മാഞ്ഞു പോവില്ല. കണ്ണുനീര് അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞാൽ മാത്രമേ കൺമഷിയുടെ ഇത് സ്പ്രെഡ് ആവുള്ളൂ എന്നുള്ളത്. ഐബ്രോസിൻ്റെ അത് പോകത്തേ ഇല്ല. അത് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൺമഷി കൊണ്ടും നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊരു പേടിക്കുക വേണ്ട. നിങ്ങൾക്ക് ഐബ്രോ പ്രോഡക്ട്സ് മേടിക്കണമെന്നേ ഇല്ല. നിങ്ങൾ സാധാരണ 10 രൂപയുടെ ഐടെക്സ് കാജിൽ മതി നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഐബ്രോസിൻ്റെ കഥകൾ. എന്നോട് 1-2 പേര് ഐബ്രോ ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.